ബഥേൽ ഹൗസ് ഓഫ് പ്രയറിന്റെ TV മിനിസ്ട്രിയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Visit us every Saturday and every Sunday. We have great worship. Welcome to Bethel House of Prayer. We invite you to take part in our youth fellowship. We have meetings every Saturday with programming and also with different visiting guest pastors. Come join us for a great time of praise and worship. പെന്തക്കോസ്ത് ഉപദേശ സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വേദപുസ്തക ഉപദേശ സത്യങ്ങൾക്ക് പ്രാധാന്യം നൽകി കടന്നു വന്ന കർത്താവിനെ ആരാധിക്കുവാൻ നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ വരുമാനത്തിൻ്റെ നല്ലൊരു അംശം സുശേഷം മാറ്റി ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. ആരാധന സമയം സാറ്റർഡേ 7:30 to 9 o'clock. Sunday services 9:45 to. ദൈവത്തിന് സ്തോത്രം. പകൽക്കാലം പിന്നെയും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ വലിയവനായ ദൈവം നമുക്ക് നൽകിയ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന്റെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുന്ന് വായിക്കുന്നത് ദാനിയേൽ ദൈവത്തിന് മുൻപാകെ ഏറ്റവും പ്രിയപുരുഷനായി ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം ഒരു സാധാരണ വ്യക്തിയെ നോക്കി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവനോട് പറയുകയാണ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, പ്രൈസ് ദി ലോർഡ്. പല ഭാഗങ്ങളിലും ഇത് ആവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ബാലനായി ബാബിലോണിയ പ്രവാസത്തിൽ എത്തിച്ചേർന്ന്, പ്രൈസ് ദി ലോർഡ്, 2 സാമ്രാജ്യങ്ങളിലായി 4 ചക്രവർത്തിമാരുടെ കാലഘട്ടങ്ങളിൽ ബാബിലോണിൽ ആയിരുന്ന വാർദ്ധക്യത്തിലെത്തിയതായ ദാനിയേലിനെ നോക്കി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി അവനോട് പറയുകയാണ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ. അപ്പോൾ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം ഒരു വ്യക്തിയെ തന്റെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ പഠിച്ചതിന് ശേഷം, അപഗ്രഹിച്ചതിന് ശേഷം അവനെ നോക്കി അഭിസംബോധന ചെയ്യുകയാണ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു ബാലകനായി ബാബിലോണിയ പ്രവാസത്തിൽ എത്തിച്ചേർന്ന്, ബാബിലോണിൽ എത്തിച്ചേർന്ന് ബാലകനായി എത്തി, യുവാവായി, മധ്യവയസ്കനായി, വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്ന അതേ സ്തോത്രം ദാനിയേലിനെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേൽ ദൈവത്തിന് മുൻപാകെ ഏറ്റവും പ്രിയപുരുഷനാകുവാനായി എന്താണ് കാരണം? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതേ മുഖപക്ഷമില്ലാത്ത ദൈവം, ഏത് തലമുറയുമുള്ളതായ തന്റെ ഭക്തന്മാർ ദൈവത്തിന് പ്രിയരായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നവരാണ്. അതേ പുതിയ നിയമത്തിൽ വായിക്കുന്നു, അതേ പ്രിയ മക്കൾ എന്ന പോലെ കർത്താവിനെ അനുകരിപ്പീൻ, സേവിപ്പീൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം പ്രിയ മക്കൾ എന്ന പോലെ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് പ്രിയരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അതേ ജീവിതത്തിൽ എല്ലാം പ്രതികൂലമായിരുന്ന അവസ്ഥയിൽ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞതായ സകല മാർഗത്തിന്റെയും ഇരിപ്പിടമായ പുരാതന ലോകത്തെ കീർത്തിപ്പെട്ട ഏറ്റവും വലിയ അതേ സ്തോത്രം സിറ്റിയായിരുന്ന ബാബിലോൺ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു ബാല്യനായ അതേ സ്തോത്രം ദാനിയേൽ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. യെരുശലേമിൽ നിന്ന് 1500 മൈൽ അകലെ, അത് മറ്റ് ആത്മീയ നേതൃത്വത്തിന്റെ സഹായമോ മറ്റു ആരുടെയും ഉപദേശവും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ എത്തിച്ചേർന്ന ദാനിയേൽ, പ്രൈസ് ദി ലോർഡ്, ബാലനായിരിക്കുമ്പോഴും യൗവനക്കാരനായിരിക്കുമ്പോഴും
മധ്യവയസ്കനായിരുന്നപ്പോഴും വാർദ്ധക്യത്തിലായ സമയത്തും ദൈവത്തിന് പ്രിയനായി, ദൈവഭക്തനായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവിക പ്രമാണത്തിന് വേണ്ടി ചുറ്റുപാടുമെല്ലാം ജീവിക്കുവാൻ കഴിയാത്ത പശ്ചാത്തലമുള്ളപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ നടുവിലും ദൈവഭക്തനായി, ദൈവത്തിന് പ്രിയനായി ജീവിച്ച ദാനിയേലിന്റെ ജീവിതാനുഭവം ദാനിയേലിന്റെ പുസ്തകത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ എങ്ങനെ ദൈവത്തിന് പ്രിയ പുരുഷനായി തീർന്നു എന്ന് ഇന്ന് അല്പസമയം നമുക്ക് ചിന്തിക്കുവാനിടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദാനിയേൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അധികാരികളോട് പറയുകയാണ്, ഹല്ലേലൂയ, രാജാവിന് ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് താൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ തീരുമാനം അധികാരികളോട് പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിന് പ്രിയനായി തീർന്ന ബാലനായ ദാനിയേൽ ബാബിലോൺ പ്രവാസത്തിൽ എത്തിച്ചേർന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ബാല്യം മുതൽ വാർദ്ധക്യം വരെ താനായിരുന്ന ജീവിത മണ്ഡലത്തിൽ ദൈവത്തിന് പ്രിയനായി തീരുവാൻ കാരണം, പ്രൈസ് ദി ലോർഡ്, തീരുമാനത്തിലും പ്രതിഷ്ഠയിലും ഉറച്ചു നിൽക്കുന്നവനായിരുന്നു ദാനിയേൽ. ഹല്ലേലൂയ. തന്റെ ബാല്യകാലത്ത് ബാബിലോൺ പ്രവാസത്തിൽ ചെന്ന് കൊട്ടാരത്തിൽ ആയിരിക്കുന്നുവെങ്കിലും കൊട്ടാരത്തിലെ സാധുഭോജനം, രാജാവിന്റെ ഭോജനം കഴിക്കുവാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ സാധ്യതയും അവകാശവും ഉള്ളപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിരിക്കുന്ന ആഹാരങ്ങളോ പാനീയങ്ങളോ താൻ കുടിക്കുകയില്ല എന്നും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവസേനയിൽ താൻ തീരുമാനമെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ തീരുമാനത്തിൽ ബാലനായി ബാല്യകാലത്തിൽ എടുത്ത തീരുമാനം യൗവനകാലത്തിലും മധ്യവയസ്കനായിരിക്കുമ്പോഴും ഹല്ലേലൂയ, വാർദ്ധക്യത്തിലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞു എന്നുള്ളതാണ് താൻ പ്രിയ പുരുഷനായി ദൈവത്തിന് മുൻപാകെയായി തീരുവാൻ കാരണം. ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായി ദാനിയേൽ മാറിയത് ഒന്നാമത് തീരുമാനത്തിലും പ്രതിഷ്ഠയിലും താൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാം ജീവിതത്തിൻ്റെതായ ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടത്തിൽ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റിൽ ദൈവത്തിന്റെ മുൻപാകെ നാം എടുക്കുന്നതായ തീരുമാനങ്ങളാണ്, പ്രൈസ് ദി ലോർഡ്, നമ്മുടേതായ ഭാവി നിത്യത നിർണയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ സുവിശേഷം കേട്ടപ്പോൾ, പിശാചിന്റെ ആധിപത്യത്തിലായിരുന്നപ്പോൾ പിശാചിനെ ഉപേക്ഷിച്ച് മശീഹയെ സ്വീകരിപ്പാൻ അവൻ രാജാവായി കർത്താവായി വാഴുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം ഏറ്റവും ഉത്തമമായ തീരുമാനം ദൈവത്തിന്റെ മുൻപാകെ എടുക്കുവാനിടയായി തീർന്നു. ഒരു ദൈവപൈതലായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തീരുമാനം. വചനത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ്, സത്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ദൈവം മുൻപാകെ ഒരു വ്യക്തിക്ക് എടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ തീരുമാനം. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ എന്തു തന്നെയായിരുന്നാലും ദൈവവചനത്തിന് വേണ്ടി നിൽക്കും, ദൈവോപദേശത്തിന് വേണ്ടി നിൽക്കും, സത്യാരാധനയ്ക്ക് വേണ്ടി നിൽക്കും, പ്രമാണത്തിന് വേണ്ടി നിൽക്കും എന്ന് ഒരു വ്യക്തി ദൈവം മുൻപാകെ തീരുമാനിക്കുകയും ആ തീരുമാനത്തിൽ തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന് മുൻപാകെ ദൈവത്തിന് പ്രിയനായി തീരുവാൻ സ്തോത്രം കാര്യമായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാനിയേൽ ദൈവത്തിന് പ്രിയനായി തീരുവാൻ പ്രിയ പുരുഷനായ ദാനിയേലേ എന്ന് ദൈവം അവനെ വിളിക്കുവാൻ കാരണം, ആമീൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മുൻപാകെ മനുഷ്യന് മുൻപാകെ ഏറ്റവും പ്രിയനായി ദാനിയേലിന് ജീവിക്കുവാൻ കഴിഞ്ഞത് സ്തോത്രം ബാല്യത്തിൽ താൻ എടുത്ത തീരുമാനത്തിലും പ്രതിഷ്ഠയിലും അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായി ദൈവത്തിന് പ്രിയനായി ഹല്ലേലൂയ ദാനിയേൽ തീരുവാൻ കാരണം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലും 28-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത് ജീവിത പ്രശ്നങ്ങളെ പ്രാർത്ഥനയിൽ കൂടി പോരാടി ജയിക്കുന്നവനായിരുന്നു ദാനിയേൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെതായ പ്രശ്നങ്ങളെ പ്രാർത്ഥനയിലൂടെ പോരാടി ജയിക്കുന്നവനായിരുന്നു ദാനിയേൽ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ദാനിയേൽ രാജാവ് നിർത്തിയ ബിംബത്തെ മാത്രമേ ആരാധിക്കാവൂ, പ്രാർത്ഥിക്കാവൂ എന്ന് വിളംബരം ഉണ്ടായിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ദൈവത്തിന് സ്തോത്രം. അതിന്റെ നടുവിൽ ദാനിയേലും അവന്റെ സ്നേഹിതന്മാരും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് രാജാവിന്റെ വിളംബരം ഭയപ്പെടാതെ ജീവനെ പോലും തണൽ ഗണിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി തീർന്നു. ജീവിതത്തിന്റെ വെല്ലുവിളികളെ, ജീവിതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തതായ ജീവിത പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവയെ പ്രാർത്ഥനയിലൂടെ പോരാടി ജയിക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞു എന്നുള്ളത് സ്തോത്രം അവനെ ഏറ്റവും പ്രിയ പുരുഷനാക്കി തീർത്തു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പ്രാർത്ഥനയിലൂടെ പോരാടി ജയിക്കുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ ദൈവത്തിന് മുൻപാകെ ദാനിയേലിനെ പോലെ ദൈവത്തിന് പ്രിയ പുരുഷനായി ജീവിക്കുവാൻ കഴിയും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമതായി ഹല്ലേലൂയ ദാനിയേൽ ഏറ്റവും പ്രിയ പുരുഷനായി തീരുവാൻ കാരണം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 7-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു ദാനിയേൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആരാധനയ്ക്കെതിരെ സ്തോത്രം രാജാവിന്റെ വിളംബരം എല്ലാവരും പാലിക്കണമെന്നുള്ളത് നിശ്ചയമായി പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ദൈവത്തെ വിട്ടുവീഴ്ചയില്ലാതെ കോംപ്രമൈസ് ചെയ്യാതെ സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാൻ അവൻ തീരുമാനമെടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഫലമായി സിംഹക്കുഴിയിലേക്ക് അവൻ വലിച്ച് എറിയപ്പെട്ടുവെങ്കിലും സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ മാനിക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ പ്രതികൂലങ്ങളുടെ നടുവിൽ തീരുമാനമെടുത്ത ദാനിയേലിനെ സഹായിക്കുവാനായി ആമേൻ പ്രൈസ് ദി ലോർഡ് സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം സിംഹങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമുക്ക് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാവ് ചോദിക്കുന്നത് സിംഹത്തിനെ ഉപദ്രവിച്ചില്ലയോ? ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദാനിയേലിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല എന്ന് ശത്രുവായിരിക്കുന്ന രാജാവ് പോലും പറയത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലത്തിന് നടുവിൽ നിയമം തനിക്കെതിരായിരിക്കുമ്പോൾ ഹല്ലേലൂയ എല്ലാവരും ദൈവത്തെ ആരാധിക്കാതെ രാജാവിനെ ഭയപ്പെട്ട് രാജാവ് നിർത്തിയ ബിംബത്തെ ആരാധിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് രാജാവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ തീരുമാനമെടുത്ത ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന് അവന്റെ ദൈവം അവനെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായി ദാനിയേൽ മാറുവാൻ കാരണം വിട്ടുവീഴ്ചയില്ലാതെ ആരാധനയുള്ള ബന്ധത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തെ ആരാധിച്ചവനായിരുന്നു ദാനിയേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല ദാനിയേൽ ഏറ്റവും ദൈവത്തിന് പ്രിയ പുരുഷനായി തീരുവാൻ കാരണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അവൻ സേവിക്കുന്ന ദൈവമാര് എന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ളവനായിരുന്നു ദാനിയേൽ. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന് 27-ാം വാക്യത്തിൽ വായിക്കുന്നത് യഹോവ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും അത്ഭുതങ്ങളും ഭൂമിയിലും അത്ഭുതം കാണിച്ച് ദൈവത്തിന് സ്തോത്രം തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്നവനാണ് എന്ന താൻ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ആഴമായി വെളിപ്പാട് പ്രാപിച്ചവനായിരുന്നു ദാനിയേൽ. അവൻ സേവിക്കുന്ന ദൈവം ആരെയെന്നും ആ ദൈവം രക്ഷിക്കുന്നവനാണെന്നും വിടുവിക്കുന്നവനാണെന്നും പ്രൈസ് ദി ലോർഡ് ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ താൻ ജീവിച്ച തലമുറയിൽ തെളിയിച്ചു കാണിച്ച ഭക്തനായിരുന്നു ദാനിയേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ദാനിയേലിനെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുന്നത് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ എന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏത് തലമുറയിലും ദൈവത്തിന് വേണ്ടി പ്രിയരായ ജീവിച്ച അനേക ഭക്തന്മാരെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ ജീവിച്ച കാലഘട്ടങ്ങളെ നാം നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രിയരായി നിൽക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. എല്ലാം അവർക്ക് പ്രതികൂലമായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നാൽ പ്രതികൂലത്തിൻ്റെതായ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി അവർ നിൽക്കുവാൻ തയ്യാറായി. അതിന്റെ ഫലമായി ആ തലമുറയിൽ ദൈവഭക്തന്മാരായി, ദൈവത്തിന്റെ ശ്രേഷ്ഠന്മാരായി ദൈവം അവരെ കൗണ്ട് ചെയ്യുവാനിടയായി തീർന്നു. ഈ തലമുറയിലും ദൈവത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, നാം എടുത്ത തീരുമാനത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജീവനെ പോലും നൽകി കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നാൽ ദൈവത്തിന് സ്തോത്രം നാം സേവിക്കുന്ന ദൈവം ആരെയെന്ന് നമുക്ക് മാത്രമല്ല സ്തോത്രം നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ വെളിപ്പെടുത്തുവാൻ നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ അവൻ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല ദാനിയേൽ ദൈവത്തിന് മുൻപാകെ ഏറ്റവും പ്രിയ പുരുഷനായി തീരുവാൻ കാരണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അതിന്റെ സ്തോത്രം 9-ാം അധ്യായം 10-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ അവിടെ വായിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് മുൻപാകെ അവന് തന്റെ ജനത്തെ കുറിച്ച് ഏറ്റവും ചിന്തയുള്ളവനായിരുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ
10-ാം വാക്യത്തിൽ അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കുവാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. അതേ സ്തോത്രം. ജനത്തിൻ്റെതായ പാപം മനസ്സിലാക്കി, അവരുടെ വീഴ്ച മനസ്സിലാക്കി, അവരുടെ ശൂന്യതകളെ മനസ്സിലാക്കി, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അവരുടെ മടങ്ങിയ വരവിനായി, അവരുടെ യഥാസ്ഥാനത്തിനായി, ആമേൻ പ്രൈസ് ദി ലോർഡ്, അതേ ജനത്തെ കുറിച്ച് ഹൃദയ വിചാരമുള്ളവനായി, ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അതേ ഹല്ലേലൂയ, ഒരു പ്രാർത്ഥനാ ഹൃദയമുള്ളവനായി, മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവനായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ ജനത്തിന്റെ ദുഃഖം, തന്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖം തന്റെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ജനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഹല്ലേലൂയ, ഒരു നല്ല ഹൃദയമുള്ളവനായിരുന്നു അതേ ദാനിയേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 9-20 വാക്യം ഇങ്ങനെ: ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനമായ ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തു എന്നാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതേ ഹല്ലേലൂയ, ജനത്തിന്റെ പരാജയം മനസ്സിലാക്കി, അവരുടെ ആത്മീയ വീഴ്ച മനസ്സിലാക്കി, പ്രൈസ് ദി ലോർഡ്, അവരുടെ പിന്മാറ്റം മനസ്സിലാക്കി, ദൈവത്തിന് മുൻപിൽ ഹല്ലേലൂയ അത് തന്റെ പാപമായി ഏറ്റെടുത്തുകൊണ്ട്, തന്റെ ലംഘനമായി ഏറ്റെടുത്തുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ജനത്തിന് വേണ്ടി മോശയെ പോലെ കമിണ് വീണ് ഹല്ലേലൂയ നിലവിളിക്കുന്ന ഭക്തനായ ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവൻ അത് ഒരു വിധത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. അവൻ രാജ്യത്തെ അത് രാജാവ് കഴിഞ്ഞാൽ രണ്ടാമനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ സുഖഭോഗങ്ങളിലും ജീവിക്കുവാൻ കഴിയുന്നവനാണ്. എന്നാൽ അതേ ദൈവത്തിന്റെ അതേ ജനത്തിന്റെ ഭാരം തന്റെ ഭാരമായി തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അതേ ആഹാരത്തെയും ഭക്ഷണത്തെയും വെടിഞ്ഞുകൊണ്ട്, ആമേൻ പ്രൈസ് ദി ലോർഡ്, തന്റെ സ്ഥാനങ്ങളെ ഓർക്കാതെ, ആമേൻ പ്രൈസ് ദി ലോർഡ്, അതേ എന്റെ ജനത്തിന്റെ പാപം ഓർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, അതേ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി, അതേ യെരൂശലേമിന് വേണ്ടി, ദൈവത്തിന്റെ പർവ്വതമായ അതേ ഹല്ലേലൂയ ആമേൻ പർവ്വതത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന അതേ ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദാനിയേൽ ആമേൻ തന്റെ ജനത്തിന് വേണ്ടി അവരുടെ അതേ സ്തോത്രം, അതേ ദുഃഖം തന്റെ ദുഃഖമായി, അവരുടെ ഭാവി തന്റെ ഭാവിയായി ഏറ്റെടുത്തുകൊണ്ട്, ആമേൻ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സന്നിധിയിൽ വീണ് കിടന്ന് നിലവിളിക്കുന്ന അതേ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹൃദയമുള്ളവനായിരുന്നു, യേശുവിന്റെ മനോഭാവമുള്ളവനായിരുന്നു ദാനിയേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതേ ഹല്ലേലൂയ ദാനിയേലിനെ നോക്കി, ആമേൻ പ്രൈസ് ദി ലോർഡ്, അവനും അയോധ്യനായി അത് തീർന്ന സമയത്ത്, ആമേൻ പ്രൈസ് ദി ലോർഡ്, അവനോട് പറയുകയാണ്: ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, പോയിക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ യോഗ്യത പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരും എന്ന്, ആമേൻ പ്രൈസ് ദി ലോർഡ്, ആ ഭക്തനെ നോക്കി അതേ ദൈവം വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേ നാം ചിന്തിക്കുന്ന വിഷയം, അതേ ഏറ്റവും പ്രിയ പുരുഷനായി ദാനിയേൽ മാറിയതിന്റെ രഹസ്യം എന്താണ്? അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ ഒരു ബാലനായി, അതേ ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലേക്ക്, എല്ലാം പ്രതികൂലമായിരിക്കുന്ന ജാതീയ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ് അസാൻമാർഗീയമായ അതേ നിലയിൽ ആയിരുന്ന ഒരു പട്ടണത്തിലായി എത്തിച്ചേർന്ന അതേ ദാനിയേൽ പ്രൈസ് ദി ലോർഡ് ഒരു ബാലകനായി അവിടെ എത്തിയെങ്കിലും, അതേ സ്തോത്രം, അവനെ ദൈവത്തിന് ഏറ്റവും പ്രിയനായി തീരുവാൻ കാരണം ഒന്നാമതായി അതേ ബാലനായി ഇരുന്നപ്പോൾ താൻ എടുത്ത തീരുമാനത്തിലും പ്രതിഷ്ഠയിലും വാർദ്ധക്യത്തിലെത്തിയിട്ടും ഉറച്ചു നിന്നതായി നാം കാണുന്നു. അതേ തീരുമാനത്തിലും പ്രതിഷ്ഠയിലും താൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അതേ സ്തോത്രം ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായി തീരുവാൻ കാരണം. രണ്ടാമതായി അതേ സ്തോത്രം നാം കേട്ടത്, അതേ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായി ദാനിയേൽ മാറുവാൻ കാരണം ജീവിത പ്രശ്നങ്ങളെ പ്രാർത്ഥനയിലൂടെ പോരാടി ജയിക്കുന്നവനായിരുന്നു ദാനിയേൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഓർക്കും, മാനിക്കും, അവനെ ദൈവം ഉയർത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ജീവിത പ്രശ്നങ്ങളെ പ്രാർത്ഥനയിലൂടെ പോരാടി ജയിക്കുന്നവനായിരുന്നു അതേ ദാനിയേൽ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. മൂന്നാമതായി അതേ ദാനിയേൽ ഏറ്റവും പ്രിയ പുരുഷനായി തീരുവാൻ കാരണം വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ, അതേ സ്തോത്രം ഹല്ലേലൂയ, തയ്യാറെടുത്തവനും അതിനുവേണ്ടി വില കൊടുത്ത് ദൈവത്തെ ആരാധിച്ചവനുമായിരുന്നു അതേ ദാനിയേൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ വിത്തൗട്ട് കോംപ്രമൈസ്, without hallelujah, oh hallelujah, oh any praise the Lord, anything he worshiped the Lord Almighty, hallelujah. വിട്ടുവീഴ്ചയില്ലാതെ, കോംപ്രമൈസ് ഇല്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ
അവൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ അവൻ ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേ, നാലാമതായി അവൻ സേവിക്കുന്ന ദൈവം ആരെയെന്ന് തന്റെ ജീവിതത്തിലൂടെ, തന്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു വരത്തക്കവണ്ണം താൻ സേവിക്കുന്ന ദൈവം രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനുമാണ് എന്ന് പ്രൈസ് ദി ലോർഡ് അവൻ ഉറച്ചതിന്റെ ഫലമായി, അവൻ കോംപ്രമൈസ് ചെയ്യാതെ ജീവിച്ചതിന്റെ ഫലമായിട്ട് പ്രൈസ് ദി ലോർഡ് അവന് മാത്രമല്ല താൻ സേവിക്കുന്ന ദൈവത്തിന്റെ ഔന്നത്യവും മഹത്വവും വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നത്. ശത്രുവായിരിക്കുന്ന ഹല്ലേലൂയ അവനെ സിംഹക്കുഴിയിൽ എറിഞ്ഞതായ രാജാവ് പോലും പറയുകയാണ്, സിംഹത്തിന്റെ വായടച്ച് നിന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞ ഒരു ദൈവമാണ് യഥാർത്ഥ ദൈവം, അവനാണ് ജീവിക്കുന്ന ദൈവം എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ സേവിക്കുന്ന ദൈവം ആരെന്ന് വ്യക്തിപരമായ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞവരും അവന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ അറിയത്തക്കവണ്ണം ജീവിച്ചവനുമാണ് ദാനിയേൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവസാനമായി കേട്ടത് ജനത്തെ കുറിച്ച്, ദൈവത്തിന്റെ ചിന്താഭാരമുള്ളവനായി, യേശുവിന്റെ മനസ്സരിവുള്ളവനായി, ഹല്ലേലൂയ, ജനത്തിന്റെ പാപവും തകർച്ചയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതിന്റെ കുറ്റഭാരം താൻ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഭക്തനായ മോശയെ പോലെ ഇടിവിൽ നിന്ന് ഹല്ലേലൂയ യെരൂശലേമിന്റെ യഥാസ്ഥാനത്തിനായി പ്രൈസ് ദി ലോർഡ് തകർന്നു പോയ ആലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഹല്ലേലൂയ ജനത്തിന്റെ ദൈവത്തെങ്കിലേക്കുള്ള മടങ്ങിവരവിനായി പ്രൈസ് ദി ലോർഡ് ഒരു മനസ്സോട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു ഹൃദയത്തോട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആത്മഭാരത്തോട് പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്രകാരമുള്ള ദാനിയേലിനെ നോക്കി ദൈവം പറയുകയാണ്, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, പ്രിയ ദൈവമക്കളെ, ഈ തലമുറയിൽ ദൈവത്തിന് പ്രിയരായി പ്രൈസ് ദി ലോർഡ് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും കോംപ്രമൈസ് ചെയ്യാതെ ദൈവത്തെ ഉയർത്തുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി, ജീവിത പ്രശ്നങ്ങളെ പ്രാർത്ഥനയിലൂടെ പോരാടി ജയിക്കുന്നവരായി തീരുവാൻ പ്രൈസ് ദി ലോർഡ് വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായി തീരുവാൻ ജീവിതത്തിലും നമ്മുടെ ഹല്ലേലൂയ മറ്റുള്ളവരിലും ദൈവം ജീവിക്കുന്നവരെന്ന് വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ പ്രൈസ് ദി ലോർഡ് ദാനിയേലിനെ പോലെ പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവരെ ഓർത്ത് കരയുന്ന ഹല്ലേലൂയ ഇടിവിൽ നിൽക്കുന്ന ഒരു ഉന്നതമായ അനുഭവം ഈ തലമുറയിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മെ നോക്കി കർത്താവ് വിളിച്ചു പറയും, ഏറ്റവും പ്രിയ പുരുഷനായ തോമസേ, ഹല്ലേലൂയ കൊച്ചൈപ്പായേ, ജോർജ്, ഹല്ലേലൂയ ഗ്രേസേ, മറിയാമേ എന്നൊക്കെ അവരവരുടെ പേര് വിളിച്ച് ദൈവം പറയുവാനിടയായി തീരും. ദൈവം മുഖപക്ഷമുള്ള ദൈവമല്ല. ഹല്ലേലൂയ. ആകയാൽ ഈ വചനപ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിന് പ്രിയരായി നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം ശ്രദ്ധിച്ച ഞങ്ങളുടെ പ്രിയ കേൾവിക്കാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം. ബെഥേൽ ഹൗസ് ഓഫ് പ്രേയറിന്റെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ തോമസ് മാത്യു ആണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുമായി കൂട്ടായ്മ ആചരിക്കുന്നവനും ആരാധിക്കുന്നവനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ദൈവമക്കൾ അവിടെയുണ്ട്. ബെഥേൽ ഹൗസിലേക്ക് ഏത് സമയത്തും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ബെഥേൽ ഹൗസ് ഓഫ് പ്രേയറിന്റെ ആരാധന വീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏതെങ്കിലും സമയം നിങ്ങൾ ഡാളസിൽ വിസിറ്റ് ചെയ്യുന്നുവെങ്കിൽ കടന്നു വന്ന് ഞങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷകരമാണ്. ഡാളസിലേക്ക് കടന്നു വരുമ്പോൾ യൂലിസിലുള്ള ബെഥേൽ ഹൗസ് ഓഫ് പ്രേയറിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നിങ്ങൾ കടന്നു വന്ന് ദൈവവചനം ശ്രവിക്കുവാൻ, ദൈവവചനം മനസ്സിലാക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും